പത്തനംതിട്ട കോയിപ്രയിൽ യുവാക്കളെ ക്രൂരമർദ്ദനത്തിനിരയാക്കിയ ഹണി ട്രാപ്പ് സംഭവത്തിൽ പ്രതികളായ ദമ്പതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് പോലീസ്. പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് നാളെ കോടതിയിൽ അപേക്ഷ നൽകും. ജനനേന്ദ്രിയത്തിൽ സ്റ്റേപ്ലർ പിന്നടിച്ചും നഖത്തിനിടയിൽ മുട്ടുസൂചി തറച്ചുകയറ്റിയും മുറിവിൽ പെപ്പർ സ്പ്രേ അടിച്ചും യുവാക്കളെ പീഡിപ്പിച്ച സംഭവത്തിൽ കോയിപ്രം മലയിൽ വീട്ടിൽ ജയേഷ് രാജപ്പൻ എന്ന 30-കാരനും ഭാര്യ രശ്മി എന്ന 25-കാരിയുമാണ് ആറന്മുള പോലീസിന്റെ പിടിയിലായത്. ആലപ്പുഴ സ്വദേശിയായ 19-കാരനായ യുവാവിനൊപ്പം രശ്മി വിവസ്ത്രയായി നിൽക്കുന്നതടക്കം 5 സുപ്രധാന ദൃശ്യങ്ങളും പോലീസ് കണ്ടെത്തി. പ്രതികൾ തന്നെ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ഈ കേസിൽ നിർണായകമാകുമെന്നാണ് പോലീസ് പറയുന്നത്. പിന്നീട് ബ്ലാക്ക്മെയിൽ ചെയ്യാമെന്ന ലക്ഷ്യത്തോടെയാണ് പ്രതികൾ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. യുവാക്കളെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾക്ക് പുറമെയാണ് ആലപ്പുഴ സ്വദേശിയായ യുവാവിനൊപ്പം വിവസ്ത്രയായി നിൽക്കുന്നതിന്റെ ദൃശ്യവും രശ്മിയുടെ ഫോണിൽ നിന്നും കണ്ടെത്തിയത്. ഈ ദൃശ്യങ്ങളുടെ സാഹചര്യത്തിൽ ആലപ്പുഴ സ്വദേശിയെ വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനായി ഇയാളോട് ചോദ്യം ചെയ്യലിന് എത്തണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുവാക്കളുടെ ജനനേന്ദ്രിയത്തിൽ സ്റ്റേപ്ലർ അടിക്കുന്നതിൻ്റെയും നഖത്തിനിടയിൽ മുട്ടുസൂചി തറയ്ക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ ജയേഷിൻ്റെ ഫോണിലാണ് ഉണ്ടായിരുന്നത്. ഇത് ഇയാൾ രഹസ്യ കോഡിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കോഡ് പറഞ്ഞുകൊടുത്തുവെങ്കിലും തുറക്കാൻ പോലീസ് ശ്രമിച്ചില്ല. കോഡ് തെറ്റാണെങ്കിൽ ഫോൾഡർ തുറക്കാൻ സാങ്കേതിക ബുദ്ധിമുട്ട് നേരിടും. അതിനാൽ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ തുറക്കാനാണ് ശ്രമം. ആലപ്പുഴ സ്വദേശിയായ 19-കാരന് മർദ്ദനമേൽക്കുന്നത് ഈ മാസം 1-ാം തീയതിയാണ്. ജയേഷിനൊപ്പം ബംഗളൂരുവിൽ ക്രഷർ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നയാളാണ് ഇയാൾ. മറ്റൊരു പരാതിക്കാരനായ റാന്നി അത്തിക്കയം സ്വദേശിയായ 29-കാരനും ബംഗളൂരുവിൽ ക്രഷർ കമ്പനിയിൽ ജയേഷിനൊപ്പം ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. ബംഗളൂരിൽ നിന്ന് നാട്ടിലേക്ക് വന്ന 19-കാരനെ മാരാമണ്ണിൽ നിന്നും ജയേഷ് ബൈക്കിൽ തന്റെ വീട്ടിലെത്തിച്ചു. രശ്മിയുമായി ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് പോലെ അഭിനയിക്കണമെന്നും അല്ലെങ്കിൽ കൊന്നുകളയണമെന്നും ഭീഷണിപ്പെടുത്തി. ഇത് മൊബൈലിൽ ചിത്രീകരിച്ചു. പിന്നീട് ഷാൾ ഉപയോഗിച്ച് കൈകൾ കെട്ടി വാക്കത്തി കഴുത്തിൽ വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. കമ്പിവടി കൊണ്ട് കയ്യിലും കാലിലും ഇടിച്ചു. സൈക്കിൾ ചെയിൻ ഉപയോഗിച്ച് കണ്ണിലും വയറിലും ഇടിച്ചു. മുറിയിൽ കെട്ടിത്തൂക്കിയിട്ട് മർദ്ദിച്ചു. രശ്മി കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് യുവാവിൻ്റെ കൈവിരൽ അമർത്തിപ്പിടിച്ചു. തുടർന്ന് കട്ടിലിൽ കിടത്തി വിവസ്ത്രനാക്കി പെപ്പർ സ്പ്രേ അടിച്ചു. കയ്യിലുണ്ടായിരുന്ന 19,000 രൂപയും 2 മൊബൈൽ ഫോണുകളും പ്രതികൾ തട്ടിയെടുത്തുവെന്നും യുവാവ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പിന്നീട് യുവാവിനെ ഓട്ടോ സ്റ്റാൻഡിൽ സ്കൂട്ടറിൽ എത്തിച്ച ശേഷം പ്രതികൾ കടന്നു കളഞ്ഞു. മുറിയിൽ കെട്ടിത്തൂക്കിയിട്ട ശേഷം വിവസ്ത്രനാക്കി ജനനേന്ദ്രിയത്തിൽ രശ്മിയാണ് സ്റ്റേപ്ലർ പിൻ അടിച്ചതെന്ന് റാന്നി സ്വദേശി മൊഴി നൽകിയിരുന്നു. വേദന കൊണ്ട് പുളഞ്ഞു. കാൽവിരലിലെ നഖം കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് പറിച്ചെടുക്കാൻ ശ്രമിച്ചുവെന്നും അപ്പോൾ കുതിറിമാറിയെന്നും റാന്നി സ്വദേശി പറയുന്നു. വലതുകാൽ ബലമായി പിടിച്ചുവെച്ച് നഖത്തിനിടയിൽ രശ്മി മുട്ടുസൂചി അടിച്ചു കയറ്റി. കമ്പിവടി കൊണ്ട് തൻ്റെ കാലിലും ശരീരത്തും ജയേഷ് അടിച്ചുകൊണ്ടിരുന്നു. കാൽമുട്ട് പൊട്ടി ചോര ഒലിച്ചു. ആഴത്തിലുള്ള മുറിവിനകത്തേക്ക് പെപ്പർ സ്പ്രേ അടിച്ചു. കേട്ടാൽ വിശ്വസിക്കാനാകാത്ത ക്രൂരകൃത്യങ്ങളാണ് തിരുവോണ ദിവസം വൈകിട്ട് കോയിപ്രം അന്താലിമണ്ണിലെ വീട്ടിൽ നടന്നത്. ഇത് വിവരിക്കുമ്പോൾ മർദ്ദനത്തിനിരയായി ജീവൻ തിരിച്ചു കിട്ടിയ റാന്നി അത്തിക്കയം സ്വദേശിയായ 29-കാരൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ജയേഷുമായി 2018 മുതലുള്ള പരിചയമാണെന്ന് യുവാവ് പറയുന്നു. ബംഗളൂരുവിലെ ക്രഷർ കമ്പനിയിൽ ജോലിയായിരുന്നുവെന്നും ജയേഷും താനും അവിടെ ഒരുമിച്ചായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ജയേഷുമായി മുൻ വിരോധമില്ല. ജയേഷിനെ വിളിച്ചിട്ട് കിട്ടാതാകുമ്പോൾ രശ്മി തൻ്റെ ഫോണിൽ വിളിക്കുമായിരുന്നു. അങ്ങനെയാണ് രശ്മിയുമായുള്ള പരിചയം. തിരുവോണ ദിവസം വൈകിട്ട് രശ്മിയാണ് വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്. തിരുവോണത്തിന് വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് സ്വാഭാവികമായതിനാൽ ചെന്നു. വീട്ടിൽ കയറി സംസാരിച്ചിരിക്കുന്നതിനിടെ ജയേഷ് പെപ്പർ സ്പ്രേ അടിച്ചു. പിന്നീട് അടിച്ച് താഴെയിട്ട ശേഷം ബ്ലേഡ് കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തി. ഇരുവരും ചേർന്ന് ഷാൾ ഉപയോഗിച്ച് കൈകൾ കെട്ടിയ ശേഷം ക്രൂരമായി മർദ്ദിച്ചു. ജനനേന്ദ്രിയത്തിലും പുറത്തും സ്റ്റേപ്ലർ പിന്നടിച്ചു. കാലിൽ നിന്ന് ചോര ഒലിക്കുമ്പോൾ അവർ ചിരിക്കുകയായിരുന്നു. മാത്രമല്ല ആഭിചാരക്രിയ പോലെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. മർദ്ദനത്തിന് ശേഷം 8 മണിയോടെ സ്കൂട്ടറിൽ പുതുമൺ പാലത്തിൽ തള്ളി. അതുവഴി വന്ന ഓട്ടോറിക്ഷക്കാരനാണ് ആദ്യം റാന്നി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലും കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചതെന്നും റാന്നി സ്വദേശി മൊഴി നൽകി. ആശുപത്രിയിൽ വെച്ചാണ് സ്റ്റേപ്ലർ പിൻ ഊരിയതെന്നും റാന്നി സ്വദേശി പറയുന്നു. കാലിനും 6 വാരിയെല്ലിനും നട്ടലിനും പൊട്ടലേറ്റിട്ടുണ്ടെന്നും ശരീരമാസകലം വേദനയാണെന്നും യുവാവ് പറയുന്നു. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ ഹണി ട്രാപ്പാണ് പത്തനംതിട്ടയിൽ അരങ്ങേറിയതെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന നിഗമനത്തെ തുടർന്നാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് പദ്ധതി തയ്യാറാക്കുന്നത്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.